ഓക്കെ, ഇന്ന് നമ്മൾ ജിയോഗ്രഫിയിലെ അറ്റ്മോസ്ഫിയർ ടോപ്പിക്ക് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ജിയോഗ്രഫിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അറ്റ്മോസ്ഫിയർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അറ്റ്മോസ്ഫിയർ നമുക്കറിയാം. നമ്മൾ ഇവിടുന്ന് കാണുമ്പം ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന പോലെ അറ്റ്മോസ്ഫിയർ പല പല ലെയറായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ പല പല ലെയറിൽ പല പല ക്ലൗഡ്സ് ഉണ്ട്, പല പല ലെയറിൽ പല പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൻ്റെ രീതിയിലുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ഈച്ച് ലെയർ. നമ്മൾ ഈ ലെയറിൻ്റെ ഓർഡർ പഠിച്ചു വയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അറ്റ്മോസ്ഫിയറിലെ എല്ലാ ലെയറിനും ഓരോരോ പേരുണ്ട്, അതുപോലെ ഓർഡറുണ്ട്. ഓക്കെ, ട്രോപ്പോസ്ഫിയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നമ്മുടെ സോയിലിന് ടോപ്പോഗ്രഫി എന്നൊക്കെ പറയില്ലേ, ഈ ടോപ്പോഗ്രഫീൻ്റെ തൊട്ട് മുകളിലുള്ളതായതുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മീസോസ്ഫിയർ ആണ് നടുവത്തെ, മിഡിൽ 5 നടുവിലത്തെ, പിന്നെ തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ, ഇത് ജസ്റ്റ് കോഡൊന്നും ഓർത്ത് വയ്ക്കേണ്ട, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റാവുന്നതാണ്. കാരണം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ കുറച്ച് പ്രാവശ്യം പഠിച്ചാൽ തന്നെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ ട്രോപ്പോസ്ഫിയറിലും സ്ട്രാറ്റോസ്ഫിയറിലും ഇവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. അതായത് നമ്മുടെ എല്ലാ വെതർ ആക്ടിവിറ്റീസും, അതുപോലെ ലൈക്ക് റെയിനിങ്, അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെതർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെതർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ലെയറാണ്. ഇനി ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. നമുക്കറിയാം, നല്ല ഉയരമുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഹിമാലയ, അതൊക്കെ നല്ല ഉയരം കയറുമ്പം മലയുടെ മുകളിലൊക്കെ ഐസ് കാണാൻ പറ്റും. അവിടെ എന്താ, ഉയരം കൂടുന്തോറും നമുക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. ഓക്കെ, പിന്നെ ഉയരം കൂടുന്തോറും പ്രഷറും കുറയും. ഓക്കെ, പ്രഷറും കുറയും, ടെമ്പറേച്ചറും കുറയും, പ്രഷറും കുറയും ഉയരം കൂടുന്തോറും. ഓക്കെ, പ്രഷർ കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ഉയരം കൂടുന്തോറും ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സാധാരണ കുറഞ്ഞു. കാരണം നമുക്കറിയാം, അറ്റ്മോസ്ഫിയർ നമ്മളുടെ ഭൂമീൻ്റെ മുകളിൽ ആക്കുന്നൊരു പ്രഷറാണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലാവുമ്പം ഈ ലെയറിൻ്റെ ഒക്കെ പ്രഷർ ഉണ്ടാകും. പക്ഷേ ഈ ഒരു ലെയറിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ലെയറിൻ്റെ പ്രഷർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രഷർ കുറഞ്ഞു വരിക, പക്ഷേ ടെമ്പറേച്ചറിൽ മാറ്റം വരും. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ നമുക്കറിയാം, മുകളിലേക്ക് ചെല്ലുന്നതോടും തണുപ്പ് കൂടും. അടുത്തത് ഈ ട്രോപ്പോസ്ഫിയറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 18 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 18 കിലോമീറ്ററിൻ്റെ അറൗണ്ടാണ്. 12 to 18 എക്സാമിന് വന്നിട്ടുണ്ട്. 12 to 18 എന്നുള്ളത് 8 to 18 ചിലയിടത്തുണ്ടാവും. എല്ലായിടത്തും ഈക്വൽ അല്ല. നമ്മുടെ ഭൂമി പോലെ തന്നെ ഈ ലെയറും എല്ലായിടത്തും ഈക്വൽ അല്ല. പിന്നെ ഒരു കറക്റ്റ് ബൗണ്ടറി ഒന്നുമില്ല, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പിന്നെ 11 to 50 കിലോമീറ്ററിൽ കിടക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലാണ് ഓൾ വെതർ ഫിനോമിനൻ. പിന്നെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്ത് നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇത് ആക്ച്വലി ഫ്ലൈറ്റ് ട്രോപ്പോസ്ഫിയറിൽ മാത്രമല്ല. കാരണം ഈ വെതർ ഫിനോമിനൻ കാരണം ഇവിടെ വളരെ എയർ ട്രാഫിക് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് തന്നെ ഫ്ലൈറ്റ് സ്ട്രാറ്റോസ്ഫിയർ വഴി പോകാറുണ്ട്. പക്ഷെ ചെറിയ ഷോർട്ട് ഫ്ലൈറ്റൊക്കെ ആകുമ്പോൾ സ്ട്രാറ്റോസ്ഫിയർ വഴി പോകേണ്ട ആവശ്യമില്ല. അപ്പം അവർ ട്രോപ്പോസ്ഫിയറിൽ തന്നെ, അല്ലെങ്കിൽ ആ ബൗണ്ടറിയിൽ തന്നെ ഓടിച്ചു പോകാറുണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. അടുത്തത് ഹോട്ട് എയർ ബലൂൺ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ട്രോപ്പോസ്ഫിയറിലേ പോകുള്ളൂ. കാരണം എന്താ, ഹോട്ട് എയർ ബലൂൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം ഉയരത്തേക്ക് പോകാത്ത കാര്യങ്ങളാണ്. പിന്നെ വെതർ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്, വെതറും അതൊക്കെ. എല്ലാ ക്ലൗഡും ട്രോപ്പോസ്ഫിയറിലെ വെതർ ഫിനോമിനൻസ് ഒക്കെ ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താ? O3. ഓക്കെ, ഓസോൺ നടക്കുന്നത് ഈ ഒരു ലെയറിലാണ്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എയർപ്ലെയിൻ പോകുന്നതും ഈ ലെയറിലാണെന്നാണ് പറയാറ്. കാരണം ഞാൻ പറഞ്ഞു, ഇതുപോലെ എയർപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലെയറിലേക്ക് കയറും. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ ഇൻവേർഷൻ ഉണ്ടാവും. അതായത് ഈ ലെയറിൽ പോകുമ്പം ഉയരം കൂടുന്തോറും തണുപ്പ് കൂടി വരില്ല ചെയ്യുക, കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, അതായത് എത്രത്തോളം ഉയരത്തിൽ പോകുന്നു അത്രത്തോളം തണുപ്പ് കുറയുക ചെയ്യുക, അതായത് ചൂട് കൂടി വരും. ഓക്കെ, അത് ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ കണ്ടു, ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. മലേൻ്റെ മുകളിലൊക്കെ കയറുമ്പം മഞ്ഞ് കാരണം ഒക്കെ വരുന്നത് എന്താ, ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക്
സ്ട്രാറ്റോസ്ഫിയർ ആണ് ഇവിടെ കിടക്കുന്നത് വിചാരിക്കുക. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ് ഇവിടെ കിടക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ ബീച്ചുള്ള ഏരിയയിലൊക്കെ നല്ല തണുപ്പാവും. അവിടെയൊക്കെ ഐസൊക്കെ പെയ്യുണ്ടാവും. കാരണം എന്താ, അവിടെയാണ് തണുപ്പ് ഉണ്ടാവുക. പിന്നെ മലേൻ്റെ മുകളിലൊക്കെ കയറിയാൽ നല്ല ചൂടാവും. ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയാൽ മതി. അത് ഒരിക്കലും താഴെ വരില്ലല്ലോ. അതുകൊണ്ട് ട്രോപ്പോസ്ഫിയറിൽ സാധാ നമ്മളിപ്പം പോകുന്ന പോലെ, സ്ട്രാറ്റോസ്ഫിയറിൽ അതിൻ്റെ നേരെ തിരിച്ച്. ഇനി മെസോസ്ഫിയറിൽ പോവുകയാണെങ്കിൽ ഇതിൽ ഓസോണാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, മെസോസ്ഫിയറിൽ പോവുകയാണെങ്കിൽ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മെസോസ്ഫിയറിൽ പോവുകയാണെങ്കിൽ എന്താണ്, മെറ്റിയോർ. എം ഫോർ മെസോസ്ഫിയർ, എം ഫോർ മെറ്റിയോർ. മെറ്റിയോർ നമുക്ക് എന്താണെന്നറിയാം. അതായത് ആസ്ട്രോയിഡ് എന്താ, വലിയ പാറക്കല്ല്, മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെ ഇടയിൽ കാണുന്ന ആസ്ട്രോയിഡ് ബെൽറ്റിൽ വലിയ എന്താ പറയുക, ടെറസ്ട്രിയൽ വലിയ സ്പേസിൽ വലിയ കല്ലുകളായിട്ട് കാണാൻ പറ്റും ആസ്ട്രോയിഡ്സിനെ. ഈ ആസ്ട്രോയിഡ്സ് പൊട്ടി ചെറിയ കഷ്ണങ്ങളായിട്ട് മെറ്റിയോറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, മെട്രോയിഡായിട്ട് കാണാൻ പറ്റും. ഈ മെട്രോയിഡ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കയറി കഴിയുമ്പം അവരെന്ത് ചെയ്യും, എയർ ഫ്രിക്ഷൻ കാരണം ഇങ്ങനെ തീ പിടിച്ചിട്ട് പോകും. ഈ തീ പിടിച്ച് പോകുമ്പം ഈ മെറ്റിയോർ എന്ന് പറഞ്ഞ പേര് വരും. തീ പിടിച്ച് കഴിഞ്ഞാലാണ് അതിന് മെറ്റിയോർ എന്ന് പേര് വരും. എന്നിട്ടത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ അതിന് മെറ്റിയോറൈറ്റ് എന്ന് പേര് വരും. മെറ്റിയോറൈറ്റ്. ഓക്കെ, അതാണ് ഈ എല്ലാത്തിൻ്റെയും വ്യത്യാസം. അപ്പം നമ്മളിതിൽ പഠിച്ചത് എന്താ, മെറ്റിയോർ ഈസ് അസോസിയേറ്റഡ് വിത്ത് മെസോസ്ഫിയർ, ഓസോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഇനി മെസോസ്ഫിയറിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിയോളജിക്കൽ റോക്കറ്റ്സും അങ്ങനെയൊക്കെ മെസോസ്ഫിയറിൽ അതുപോലെ തന്നെ മെസോസ്ഫിയറിലാണ് ഏറ്റവും കോൾഡസ്റ്റ് ലെയർ. ഓക്കെ, ഏറ്റവും കോൾഡസ്റ്റ് ലെയർ മെസോസ്ഫിയറിലാണ്. അതായത് -90°C വരെ, അതായത് -40-50 ആ റേഞ്ചിലൊക്കെയാണ് ആവറേജ് ഉണ്ടാവുക. എന്നാലും -90 വരെ പോകാവുന്ന അത്രയ്ക്ക് ടെമ്പറേച്ചർ കുറവാണ് എവിടെ, മെസോസ്ഫിയറിൽ. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചറിയാം ഈ ഒരു ലെയറിൽ നിന്നും ഒരിക്കലും റെയിൻ വരില്ല. കാരണം ആ ടെമ്പറേച്ചറിൽ പോയി കഴിഞ്ഞാൽ ഐസായി മാറില്ലേ. അപ്പോൾ അതൊക്കെ ട്രോപ്പോസ്ഫിയറിലാണ് നടക്കുന്നത്. കാരണം ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ, ആ സംഭവങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ നമ്മുടെ മറ്റേ ഇതിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ പോലെ തന്നെയാണ്. എന്താ, ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും. ഇവിടെ ഉയരം കൂടുന്തോറും തണുപ്പ് കുറയും. ഇവിടെ ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും. ഇവിടെ ഉയരം കൂടുന്തോറും തണുപ്പ് കുറയും, ചൂട് കൂടും. ഓക്കെ, ഇനി അടുത്തത് തെർമോസ്ഫിയർ ആണ്. തെർമോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ, നമ്മൾ തെർമോമീറ്ററൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ, ചൂട് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കാണ്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള ലെയർ. ഇത് ഏറ്റവും കൂടുതൽ തണുത്ത ലെയറെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ചൂടുള്ള ലെയർ, ഇതാണ് ഹോട്ടസ്റ്റ് ലെയർ. ആൻഡ് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയ ലെയറാണ്. ഈ ഓരോരോ തെർമോസ്ഫിയറിലാണ് അയണോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. അയണോസ്ഫിയർ, അത് തെർമോസ്ഫിയറിലാണ്. ഈ അയണോസ്ഫിയറിലാണ് നമ്മൾ ഇവിടുന്ന് റേഡിയോ വേവ്സൊക്കെ സെൻഡ് ചെയ്യുമ്പം അത് അവിടെ പോയിട്ട് അവിടെയാണ് അയോൺസിൻ്റെ പ്രസൻസ് കുറേയുണ്ട്. അവിടെ നിന്നാണ് ഈ റേഡിയോ വിനിമയം ഒക്കെ നടത്തുന്നതിന് സഹായപ്പെടുന്നത്. അതൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴും. അതുപോലെ ഈ അയോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ അയോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകുമ്പോൾ കളർ എമിറ്റ് ചെയ്തിട്ട് അവിടെ ഒറോറ ബൊറാലിസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടാകും, നാച്ചുറൽ ഫിനോമിനൻ. നമുക്കറിയാം, നോർവേ പോലത്തെ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒറോറ ബൊറാലിസ്. രാത്രി നൈറ്റിലുണ്ടാകുന്ന ഒരു ലൈറ്റിൻ്റെ ഒരു വേരിയേഷൻ, ലൈറ്റിൻ്റെ ഒരു പ്രത്യേക ഫിനോമിനാണ് ഈ ഒറോറ ബൊറാലിസ്. അതുണ്ടാകുന്നത് തെർമോസ്ഫിയറിലാണ്. നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, ചൂട് കൂടുമ്പോഴാണല്ലോ ഈ ലൈറ്റ് അയോൺസൊക്കെ ഇങ്ങനെ തുള്ളിക്കളിക്കുക. അതുപോലെയാണ് ഈ ഒറോറ ബൊറാലിസ് ഇങ്ങനെ തുള്ളിക്കളിക്കുക ചെയ്യുക. ഓക്കെ, അയണോസ്ഫിയറും അവിടെ തന്നെയാണ്. ഹോട്ടസ്റ്റ് ലെയറാണ് തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും തണുപ്പ് കുറയും. അങ്ങനെ ആ ഒരു രീതിയിലാണ് പോണത്. ഇവിടെ ഉയരം കൂടുന്തോറും തണുപ്പ് കുറയും, ഇവിടെ ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും, ഇവിടെ ഉയരം കൂടുന്തോറും തണുപ്പ് കുറയും, ഇവിടെ ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും. ഓക്കെ, കൂടും എന്നാണ് ഞാൻ നേരത്തെ കുറയുന്ന പറഞ്ഞു, കൂടും. ഓക്കെ, ചൂടുള്ള ലെയറാണ്. പിന്നെ എക്സോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പസ്റ്റ് ലെയറാണ്. അവിടെയാണ് എന്താ പറയുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതായത് എക്സോസ്ഫിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എക്സ്റ്റേണൽ സ്പേസാണ്. എക്സോസ്ഫിയറും കുറേ എക്സ്റ്റേണൽ സ്പേസ് ആയിട്ട് കൊളൈഡ് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ്. ഗ്രാവിറ്റി വളരെ കുറവാകും. സ്പേസ് ഷിപ്പ്, സാറ്റലൈറ്റ്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അങ്ങനത്തെ സാറ്റലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഫ്ലോട്ട് ചെയ്യുന്നതും എക്സോസ്ഫിയറിലായിരിക്കും. ഓക്കെ, ഇതാണ് ലെയേഴ്സ് ഓഫ് എർത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സോളാർ ഇൻസോളേഷനെ കുറിച്ച് നോക്കണം. സോളാർ ഇൻസോളേഷനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പ് ഓക്കെ, ഇതാണ് സോളാർ ഇൻസോളേഷൻ.
സോളാർ ഇൻസോലേഷൻ എന്ന് പറഞ്ഞാൽ ആൽബിഡോ എന്ന് പറയും. അതായത് ഭൂമിയിലേക്ക് സൂര്യൻ്റെ റേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ആയി പോകുമ്പം അത് പല ആംഗിൾ ഉണ്ടാക്കും. അതായത് ഓരോരോ സർഫസ് തട്ടിയിട്ടല്ലേ റിഫ്ലക്റ്റ് ആവുക. ചിലപ്പോൾ അവിടെ ഐസിൻ്റെ മുകളിലാവും, ചിലപ്പോൾ ഓഷ്യൻ്റെ മുകളിൽ തട്ടിയിട്ടാവും, ചിലപ്പോൾ അതാ ലാൻഡിൻ്റെ മുകളിൽ തട്ടിയിട്ടാവും. അങ്ങനെ ഓരോരോ സർഫസിൽ തട്ടിയിട്ടാണ് റിഫ്ലക്റ്റ് ആവുക. അപ്പോൾ അത് ഓരോന്നിലും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം ഐസിൻ്റെ മുകളിൽ തട്ടിയ പോലെ തന്നെയല്ല, നമുക്കറിയാം മിററിൻ്റെ മുകളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെയല്ല ലൈറ്റ് ഒരിക്കലും ചുമരിൻ്റെ മുകളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യില്ല. അതേപോലെ ഈ സൂര്യൻ്റെ വെളിച്ചം ഭൂമിയിൽ വന്ന് പതിച്ചു കഴിഞ്ഞത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ തന്നെ പല പല രീതികളുണ്ട്. ഓക്കെ, ഈ ആൽബിഡോ SSCയിൽ ചോദിക്കാറുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ആൽബിഡോ എന്തിനാണ് ഉണ്ടാവുന്നത് എന്നും ഏറ്റവും കുറവ് ആൽബിഡോ എന്തിനാണ് ഉണ്ടാവുന്നത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ സൂര്യൻ്റെ റേ ഇവിടെ സ്നോ ഐസ് കവേർഡ്. ഓക്കെ, ഇതൊരു അന്റാർട്ടിക്കയാണ് വിചാരിക്കുക. അന്റാർട്ടിക്കയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഐസ് ഉണ്ട്, താഴെ വെള്ളം ഉണ്ടാവും, ഇവിടെ ചിലപ്പോൾ മീനൊക്കെ നീന്തുന്നൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇത് പൊട്ടിച്ചൊരു ഓട്ടയാക്കിയിട്ട് മീൻ ഇങ്ങനെ പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ ഐസിൻ്റെ മുകളിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രിയിലാണ് ഇത് റിഫ്ലക്റ്റ് ആയിട്ട് പോവുക. ഓക്കെ, എന്താ ഈ സൺറേസ്. പക്ഷേ ഐസ് ഇല്ലാത്ത വാട്ടറിൽ വന്ന് തട്ടിക്കഴിഞ്ഞാലോ അതിൻ്റെ 6% എങ്ങോട്ട് പോകുള്ളൂ. ഇതിൽ 90 ഡിഗ്രി അല്ല, 90% പുറത്തേക്ക് റിഫ്ലക്റ്റ് ആയിട്ട് പോകും. ഇതിൽ 10% ഉള്ളിലേക്ക് പോകുള്ളൂ. ഇതിലാണെങ്കിലോ 6%. അപ്പം ഹീറ്റ് എർത്ത് ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസിൽ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ആൽബിഡോൻ്റെ കാര്യത്തിൽ. ഈ ആൽബിഡോ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് ആവറേജ് ആൽബിഡോ എത്രയാണ്, ആവറേജ് ആൽബിഡോ ഓഫ് എർത്ത് എത്രയാണ്? 30-35 റേഞ്ച്. 30 ആണ് ആവറേജ് ആൽബിഡോ. ചില സ്ഥലത്ത് നിങ്ങൾക്ക് 35 കാണാം. 30 ആണ് ആവറേജ് ആൽബിഡോ ഓഫ് ദി എർത്ത്. ഏതിനാണ് ഹയസ്റ്റ് ആൽബിഡോ ഉള്ളത്? അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു, വാട്ടറിൽ തട്ടിക്കഴിഞ്ഞാൽ കുറച്ചേ പോകുള്ളൂ. ആസ്ഫാൾട്ട്, ഫോറസ്റ്റ് അതിലൊന്നും ഒരിക്കലും ആവില്ല. സ്നോയിലാണ് ഏറ്റവും കൂടുതൽ. കാരണം ആ വെള്ള കളറ് സ്നോയിൽ തട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സൂര്യൻ്റെ റേസ് പുറത്തേക്ക് പോവുക. ആകെ 6% എങ്ങാണ്ട് ഇവിടേക്ക് വരുള്ളൂ, 10%. ഓക്കെ, ഇനി ഹൗ ഡസ് ദി ഇൻക്രീസ് ഓഫ് ആൽബിഡോ എഫക്ട് ദി എർത്ത് അറ്റ്മോസ്ഫിയർ? അതായത് ആൽബിഡോ കൂടിക്കഴിഞ്ഞാൽ, അതായത് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. നമുക്കറിയാം മറ്റേത് ആൽബിഡോ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ റിഫ്ലക്ഷൻ കുറയും. റിഫ്ലക്ഷൻ കുറയുമ്പോൾ എന്താ, കുറേ എർത്തിൽ ഹീറ്റ് ട്രാപ്പ് ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടും. അപ്പം ആൽബിഡോ കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. അടുത്തത് ആൽബിഡോനെ എഫക്റ്റ് ചെയ്യാത്ത കാര്യം ഏതാണ്? സർഫസ് കമ്പോസിഷൻ, അത് എന്തായാലും എഫക്റ്റ് ചെയ്യും. വെജിറ്റേഷൻ കവർ എന്തായാലും എഫക്റ്റ് ചെയ്യും. കാരണം കുറേ ഫോറസ്റ്റ് ഉള്ളൊരു ഏരിയയാണ്. അപ്പം ഫോറസ്റ്റിൻ്റെ കനോപ്പി തട്ടിയിട്ടാവും ആൽബിഡോ പോകുന്നത്, ഗ്രൗണ്ട് തട്ടില്ല. സർഫസ് കമ്പോസിഷൻ എന്തായാലും വരും, അത് വളരെ എവിഡൻ്റ് ആണ്. പിന്നെ ടൈം ഓഫ് ദി ഡേ, ഒരു വിധത്തിൽ ടൈം ഓഫ് ദി ഡേ ശരിക്കും എഫക്റ്റ് ചെയ്യും. ക്ലൗഡ് കവറും എഫക്റ്റ് ചെയ്യും. ശരിക്കും ടൈം ഓഫ് ദി ഡേ എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിഗ്നിഫിക്കൻറ്റ് കോൺസിക്വൻസ് ഓഫ് ഡിഗ്രീസ്ഡ് ആൽബിഡോ? ഡിഗ്രീസ്ഡ് ആൽബിഡോ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആക്സിലറേറ്റഡ് വാർമിംഗ്, ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആൽബിഡോ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ കുറയും. റിഫ്ലക്ഷൻ കുറഞ്ഞാൽ എന്താ, സൂര്യൻ്റെ വെളിച്ചമൊക്കെ ഇങ്ങോട്ട് തന്നെ ട്രാപ്പായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ക്രാസ്റ്റ് ടോപ്പോഗ്രഫി എന്താണെന്ന് റിലേറ്റഡ് ആയിട്ടൊന്ന് നോക്കണം. ഇത് വാട്ടർ കാരണം വരുന്നൊരു ടോപ്പോഗ്രഫിയാണ്. അതായത് ഒരു വാട്ടർ ഉണ്ടാക്കുന്ന ഒരു ലാൻഡ് ഫോമാണ് ഈ ക്രാസ്റ്റ് ടോപ്പോഗ്രഫി. വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ട്, വെള്ളം ഭൂമീൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട്, ഇങ്ങനെ ചില ഗ്യാപ്പിലൂടെയും ഇതിലൂടെയും ഒക്കെ ഇറങ്ങിയിട്ട് ഭൂമീൻ്റെ അടിയിൽ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് തിങ്സ് കാണാൻ പറ്റും. ഇതാണ് ക്രാസ്റ്റ് സ്പ്രിങ് കാണാം, അവിടെ സാൽസൈറ്റ് കാണാം, സ്റ്റാഗൽമൈറ്റ്. ഇതൊക്കെ അവിടുത്തെ ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ്. ലൈം സ്റ്റോൺ കോളംസ്, ലൈം സ്റ്റോൺ, ഇതൊക്കെ കൂടുതൽ ഏതാണ്, ഈ റോക്സ് ഒക്കെ ഏതാണ്, ഇഗ്നിയസ് റോക്കാണ്. ഓക്കെ, സെഡിമെൻ്ററി റോക്കാണ്. ഇതൊക്കെ ക്രാസ്റ്റ് ടോപ്പോഗ്രഫി കാരണം ഉണ്ടാവുന്നതാണ്. ക്രാസ്റ്റ് ടോപ്പോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ക്രാസ്റ്റ് ടോപ്പോഗ്രഫി എന്താണ്? അപ്പം ക്രാസ്റ്റ് ടോപ്പോഗ്രഫി മീൻസ് വാട്ട്? ക്രാസ്റ്റ് ടോപ്പോഗ്രഫി ഈസ് എ നാച്ചുറൽ ടെറൈൻ ഷേപ്ഡ് പ്രൈമർലി വാട്ടർ ഡ്രിവൺ ബൈ കെമിക്കൽ വെതർ. വാട്ടർ ഡ്രിവൺ ആണ്, അത് എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കുക. ക്രാസ്റ്റ് ടോപ്പോഗ്രഫിയും വാട്ടർ ഡ്രിവൺ ആണ്. നമ്മൾ നേരത്തെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇവിടെ എന്താക്കിയാൽ ഉണ്ടാവുക, കേവ്സ് ഉണ്ടാവും, സിങ്ക് ഹോൾസ് ഉണ്ടാവും, ക്ലിഫ്സ് ഉണ്ടാവും, ടവറിങ് ഹിൽസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇതൊന്നും നോക്കണ്ട. ക്രാഷ് ലാൻഡ്സ്കേപ്പ്, സിങ്ക് ഹോൾസ്, സ്റ്റീംസ്, ഇതൊക്കെയാണ് ക്രാഷ് ടോപ്പോഗ്രഫിയിൽ ഉണ്ടാവുക. അതുപോലെ സെഡിമെൻ്ററി റോക്സ്,
ഒക്കെയാണ് ക്രാസ് ട്രോപ്പോഗ്രഫി. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് ക്ലൗഡ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് SSCക്ക് ഉള്ളത്. നമുക്കറിയാം ഈ ക്ലൗഡ്സ് റിലേറ്റഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് എന്ന് പറയുമ്പം എന്തൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിലെല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് നിംബസ് ക്ലൗഡ്സ്. നിംബസ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിംബോസ്ട്രാറ്റസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നിംബസ് ക്ലൗഡ്സ്. എന്താണ് നിംബസ് ക്ലൗഡ്സ്? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാർമേഘമാണ്. മഴ പെയ്യുന്നുണ്ട് ഇതിന്ന്. അപ്പോൾ അത് കാർമേഘമാണ്. അതായത് നമ്മുടെ കറുത്ത കളറിൽ ജൂൺ, ഓഗസ്റ്റ്, ജൂലൈ മാസങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു മേഘം ഉണ്ടല്ലോ, നല്ല മഴ കൊണ്ടുവരുന്ന മേഘം, അതാണ് നിംബസ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൗഡാണ് ക്യുമുലസ് ക്ലൗഡ്. ക്യുമുലസ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ മരമൊക്കെ പോലെ അല്ലെങ്കിൽ കോളിഫ്ലവറൊക്കെ പോലെ വരുന്ന ഒരു ക്ലൗഡാണ് ക്യുമുലസ് ക്ലൗഡ്. ഇത് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ബെയറിങ്, ഒപ്പാക്ക് ആയിരിക്കും, ബ്ലാക്ക് കളറില്ല, അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല, ഗ്രേ ബ്ലാക്ക് കളേർഡ് ആവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താ? കോളിഫ്ലവർ ഷേപ്ഡ്. പിന്നെ ഇതിന് ഫ്ലാറ്റ് ബേസ് ഉണ്ടാവുക. ഇതിൽ കണ്ട പോലെയില്ല, കുറച്ചും കൂടി ഇങ്ങനെയൊരു ക്ലൗഡ് ആയിരിക്കും, ഫ്ലാറ്റ് ബേസ്ഡ് ആയിട്ട്. അതാണ് ക്യുമുലസിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ കോളിഫ്ലവർ ഷേപ്ഡ് ആവും, വൂൾ ഷേപ്ഡ്, കോളിഫ്ലവർ ഷേപ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ക്യുമുലസ് ആണ്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്. നിംബസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നിംബസ്. ഓക്കെ, ഇനി അടുത്ത ക്ലൗഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുമുലസ്, നിംബസ്, അതുപോലെ സിറസ് ആണ്. സിറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന ക്ലൗഡാണ്. എന്താണ് ഈ സിറസിൻ്റെ പ്രത്യേകത? സിറസ് എന്ന് പറഞ്ഞാൽ ഫെദർ ഷേപ്ഡ് ക്ലൗഡാണ്. കണ്ടോ, ഫെദർ ഷേപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാവുക. ഫെദർ ഷേപ്ഡ് ക്ലൗഡാണ്. പിന്നെ വളരെ ക്ലിയർ വെതർ ഡിനോട്ട് ചെയ്യുന്നതാണ്. കാരണം എന്താ? നമുക്കറിയാം ഈ ഒരു ഭാഗത്തേക്ക് കാണണമെങ്കിൽ ഇവിടെയൊന്നും വേറെ ക്ലൗഡുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മഴക്കാറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ക്ലിയർ വെതർ ഡിനോട്ട് ചെയ്യുന്നൊരു ക്ലൗഡാണ് ഏത്? സിറസ്. സിറസ് ഫെദർ ഷേപ്ഡാണ്. പിന്നെ വിൻഡ് ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യും. നമുക്കിതിൽ തന്നെ മനസ്സിലാവും വിൻഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന്. അതുകൊണ്ടാണ് ഇത് ഈ ഷേപ്പിൽ നിൽക്കുന്നത്. ഇങ്ങോട്ടാണെങ്കിൽ മറ്റേ ഷേപ്പിലാണ് നിൽക്കുക. അപ്പം വിൻഡ് ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യും. അതൊക്കെയാണ് സിറസിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ക്ലൗഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റസ് ആണ്. സ്ട്രാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്ട്രാറ്റസ് ഒരു ലോ ലെയർ ക്ലൗഡാണ് കേട്ടോ, ലോ ലെവലിൽ കിടക്കുന്നതാണ്. നിംബസ് പോലെ തന്നെ കുറച്ചും കൂടിയും വരയായിട്ട് കാണുന്നതാണെങ്കിൽ ഏറ്റവും മുകളിലല്ല, ലോ ലെയറിൽ തന്നെ കിടക്കുന്നതാണ്. ഓക്കെ, ഇതിൽ കുറേ എയർ മാസ് ആയിട്ടുള്ള മിക്സ് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും, ഇങ്ങനെ വരയായിട്ട് കുറേ ക്ലൗഡ്സ്. ഓക്കെ, ഒരു ക്ലിയർ വെതറിൽ തന്നെയാണ് ഇതും കാണാറ്. അതാണ് സ്ട്രാറ്റസ് എന്ന് പറഞ്ഞാൽ വര. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വരയാണ്. നമ്മൾ നാൾ പഠിച്ചിരുന്നു. സ്ട്രാറ്റസ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റിഫിക്കേഷൻസ് ഒക്കെ കാണുന്ന റോക്ക് ഏതാണ്? സ്ട്രാറ്റിഫിക്കേഷൻ, ലിത്തിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റോക്ക് ഇഗ്നിയസ് റോക്കാണ്. ഇഗ്നിയസ് റോക്ക് അല്ല. ലിത്തിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരിക? സെഡിമെൻ്ററി റോക്കാണ്. സെഡിമെൻ്ററി റോക്കിനാണ് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുക. കാരണം എന്താ? പല ലീനിയേഷനും ഫോളിയേഷനും ഒക്കെ മെറ്റാമോർഫിക് റോക്കിനാണ്. പക്ഷേ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലെയറിൽ പല ടൈമിൽ വന്നടിഞ്ഞു കൂടിയ സാധനങ്ങളാണ് ഈ സെഡിമെൻ്ററി റോക്കായിട്ട് ഉണ്ടാവുക. അപ്പം പല വരയായിട്ട് കാണും. അതാണ് സ്ട്രാറ്റസ്. ഇനി അടുത്തത് ക്യുമുലോ നിംബസ്. ഓക്കെ, സിറസ്. അപ്പോൾ ഇതാണ് മെയിൻ ബേസിക് ആയിട്ടുള്ള ക്ലൗഡ്സ്. സിറസ് ഏതൊക്കെയാണ്? സിറസ് 1, നിംബസ് 2, ക്യുമുലസ് 3, സ്ട്രാറ്റസ്. ഇത് 4 നിങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓർത്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ക്യുമുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യുമുലസ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല വൂളായിട്ടുണ്ടാവും. ഓക്കെ, വൂളായിട്ട് കോളിഫ്ലവർ ഷേപ്ഡ്, ഫ്ലാറ്റ് ബേസ്. ഓക്കെ, നിംബസ് എന്ന് പറഞ്ഞാൽ എന്താ? നിംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ഷേപ്ഡ്, കാർമേഘം, അതങ്ങ് ഓർത്താൽ മതി. പിന്നെ സ്ട്രാറ്റസ് വരയായിട്ടുള്ള താഴെ ഏറ്റവും താഴെ ലെയറിലുള്ളതാണ് വരയായിട്ടുള്ള. പിന്നെ സിറസ് പറഞ്ഞാൽ സർക്കസ് എന്ന് ഓർത്താൽ മതി. സർക്കസ് കളിക്കുന്ന സർക്കസിൽ നമുക്ക് ആൾക്കാർ കാണാൻ എയറിലൂടെ അങ്ങനെ ചാടി നടക്കുന്നു. അപ്പോൾ നല്ല മുകളിലാവും, നല്ല ഉയരത്തിലാവും. പിന്നെ അവരിങ്ങനെ ചാടി പാറി നടക്കുക. അതുപോലെയാണ് സിറസും പാറി വിൻഡ് ഡയറക്ഷനൊക്കെ കാണിച്ചു തരും നമുക്ക്. ഫെദർ ഷേപ്ഡ് ആവും. നമ്മൾ അവരെ കാണുമ്പോൾ വിചാരിക്കും അവർക്ക് വെയിറ്റ് ഇല്ലേ, ഫെദർ പോലെ അങ്ങനെ ഒരു ഊഞ്ഞാലിലേക്ക് പോകുന്നു. അതാണ് സിറസ്. അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അതാണ് സിറസ്. ക്യുമുലസ് എല്ലാം പഠിച്ചു. ഇനി ക്യുമുലോ നിംബസ് ആണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്ലൗഡ്. ഈ ക്യുമുലോ നിംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത്ര വലിയ ഷേപ്പിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ക്യുമുലോ നിംബസും റെയിൻ കൊണ്ടുവരും, കാരണം അതിൽ നിംബസ് ഉണ്ടല്ലോ. ക്യുമുലസ് എന്ന് പറഞ്ഞാൽ എന്താ? വൂളാണ്. അപ്പോൾ വൂളും ഇതും കൂടി കമ്പൈൻ ആയിട്ടുള്ളതാണ് ക്യുമുലോ നിംബസ്. ഈ ക്യുമുലോ നിംബസ് റെയിൻ കൊണ്ടുവരുന്ന ക്ലൗഡാണെന്ന് പറഞ്ഞു. ഇത് സൈക്ലോൺ റെയിൻ കൊണ്ടുവരുന്നതാണ്. അതായത് നമുക്ക് ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, ഏകദേശം ഒരു സൈക്ലോൺ ടൈപ്പ് ഷേപ്പാണ്. സൈക്ലോൺ റെയിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു ക്ലൗഡാണ് ക്യുമുലോ നിംബസ്. ക്യുമുലോ നിംബസ് ദൂരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സൈക്ലോൺ ഉണ്ട്. കാരണം നമുക്കിടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ കടലിൻ്റെ ബീച്ചിലൊക്കെ പോയാൽ കടലിൽ ഇങ്ങനെ ഇത് കാണാൻ പറ്റും. നല്ല സൈക്ലോണൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഇടിവെട്ട് കൂടെ സൈക്ലോണുള്ള ഇതിൻ്റെ ഈ ഭാഗത്ത് നല്ല ഡാർക്ക് കളറായിരിക്കും കേട്ടോ. ഈ ഫോട്ടോ ഉള്ള പോലെയല്ല, ഇവിടെ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറായിരിക്കും. ഇവിടെ മുകളിലാവും ഈ ക്യുമുലസ്. ഈ ബ്ലാക്ക് കളർ എന്താ? നിംബസ് ആണല്ലോ, കാർമേഘാണല്ലോ. പിന്നെ ഇതിന് ആൻവിൽ ടോപ്പ് എന്ന് പറയും. ഈ ഒരു ഭാഗത്തിന് ആൻവിൽ ടോപ്പ്, അവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പ് ഉണ്ടാവും. നമുക്കറിയാം ഇതിൻ്റെ ഈ ഫ്ലാറ്റാണ് ഇത് തലകുത്തനെ, ക്യുമുലസ് തലകുത്തനെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് മറ്റേ സാധനം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. ഓക്കെ, അതാണ് ആൻവിൽ ടോപ്പ്. ഫ്ലാറ്റ് ബേസ് ക്യുമുലസിനാണ്, ആൻവിൽ ടോപ്പ് ക്യുമുലോ നിംബസിനാണ്. അത് ഓർക്കുക. അടുത്തത് ഏതാ? സിറോസ്ട്രാറ്റസ് ആണ്. സിറോസ്ട്രാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ ഈ സിറോസ്ട്രാറ്റസ് ഇതിലുണ്ടോ? ഓക്കെ, സിറോസ്ട്രാറ്റസ് ഇതാണ്. പക്ഷേ ഇങ്ങനെയല്ല സിറോസ്ട്രാറ്റസ് ശരിക്കും നമുക്ക് ചോദിക്കുക. സൂര്യൻ്റെ ചുറ്റും ഒരു ഹാലോ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് ഏതാണ്? അതാണ് സിറോസ്ട്രാറ്റസ്. ഈ ഹാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻഷ്യൻ ഹിസ്റ്ററിയിൽ പഠിക്കും. ഇൻഡോ ഗ്രീക്ക് ആർട്ട് ഫോംസിലും അതുപോലെ ഇൻഡോ ഗ്രീക്ക് പോലെ തന്നെ വേറെ ഏതായിരുന്നു? മധുര സ്കൂൾ ഓഫ് ആർട്സ്, അവിടെയല്ലേ കുബേര, അതൊക്കെ മധുര സ്കൂൾ ഓഫ് ആർട്സ് കുഷൻസിൻ്റെ. ഇൻഡോ ഗ്രീക്ക് ആർട്ട് ഫോംസിലും മധുര സ്കൂൾ ഓഫ് ആർട്സിലും ഓരോരോ ബുദ്ധിസ്റ്റും അതുപോലെ ഗ്രീക്കും മിക്സ്ഡ് ആയിട്ടുള്ള കുറേ ആർട്ട് ഫോംസ് പഠിക്കും. അതിൽ മധുര സ്കൂൾ ഓഫ് ആർട്ട് ഫോംസിലാണ് നമ്മൾ ഈ ദൈവങ്ങളുടെ തലയുടെ ബാക്കിൽ ഒരു ഹാലോ പോലെ അങ്ങനെ ഉണ്ടാക്കുന്നതിനെ പറ്റി പഠിച്ചത്. അതാണ് ഹാലോ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി തന്നതാണ്. ഓക്കെ, ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കത്. അതുപോലെ ഈ ഹാലോ ഉണ്ടാക്കുന്ന ക്ലൗഡാണ് സിറോസ്ട്രാറ്റസ്. അതായത് സ്ട്രാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? വരവരയായിട്ട് ഇതിവിടെ കിടക്കുക. അപ്പോൾ ഇതും ലൈറ്റ്. അപ്പോൾ എന്താ? സൂര്യൻ്റെ അത്ര അടുത്തേക്ക് പോകുന്നുള്ള രീതിയിൽ. സൂര്യൻ്റെ അടുത്തൊന്നും പോകുന്നില്ല. നമ്മുടെ അറ്റ്മോസ്ഫിയർ തന്നെ നമുക്ക് സൂര്യൻ അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നതുകൊണ്ട് തോന്നുന്നതാണ്. സൂര്യൻ്റെ വെളിച്ചം വരുമ്പം ഇതൊക്കെ സൈഡിലേക്കായിട്ട്. ഓക്കെ, അതാണ് സിറോസ്ട്രാറ്റസ്, ഹാലോ ഫോം ചെയ്യുന്നത്. ഇനി സിറോ ക്യുമുലസും ജസ്റ്റ് ചോദിക്കാറുണ്ട്. സിറോ ക്യുമുലസ് എന്താണ്? അതാണ് സിറോ ക്യുമുലസ്. ബാക്കി ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെന്താ? സ്ട്രാറ്റോ ക്യുമുലസ് ഇമ്പോർട്ടൻ്റ് അല്ല. ഓൾട്ടോ സ്ട്രാറ്റസ് ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതൊന്നും ചോദിക്കാറേ ഇല്ല. ഓക്കെ, ഇത്രയാണ് ചോദിക്കാറ്. ഈ സിറോ ക്യുമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ പോപ്കോൺ മണി പോലെ അങ്ങനെ കിടക്കുന്ന പോപ്കോൺ ബോൾസ് ഇതുപോലെ കിടക്കുന്ന സാധനങ്ങളാണ് സിറോ ക്യുമുലസ്. സിറോ ക്യുമുലസ് ഡോട്ടഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് ആ ഒരു ക്ലൗഡിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് ഡോട്ടഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ സിറോ ക്യുമുലസിന് വേറൊരു സാധനം കൂടിയും പറയും, മാക്രൽ സ്കൈ എന്നും കൂടിയും പറയും. മാക്രൽ സ്കൈ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ക്ലൗഡ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലൗഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ ബേസിക്കായിട്ട് ക്ലൗഡ് എവിടെ പോയി? ക്ലൗഡ് ഒന്ന് റിവൈസ് ചെയ്യുക. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ക്ലൗഡ് നമ്മൾ 3 ബേസിക്കായിട്ട് പഠിച്ചത് ഏതാ? ക്യുമുലസ്, നിംബസ്, അതുപോലെ ക്യുമുലസ്, നിംബസ്, സ്ട്രാറ്റസ്, സിറസ്, പിന്നെന്താ? ഇതാണ് ബേസിക്കായിട്ട് 4 അല്ലേ ഉള്ളൂ. ക്യുമുലസ്, നിംബസ്, സ്ട്രാറ്റസ്, സിറസ്. അതെ, ക്യുമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യുമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ക്യുമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലൗഡാണ്. നല്ല ഭംഗിയൊരു പോസിറ്റിവിറ്റി ഉള്ള ക്ലൗഡാണ്. വൂൾ ഷേപ്ഡ്, കോളിഫ്ലവർ ഷേപ്ഡ്, ഫ്ലാറ്റ് ബേസ്, ഇതൊക്കെയാണ് ക്യുമുലസിൻ്റെ പ്രോപ്പർട്ടി. വൂൾ ഷേപ്ഡ്, കോളിഫ്ലവർ ഷേപ്ഡ്, ഫ്ലാറ്റ് ബേസ്ഡ്. ഓക്കെ, ഇനി നിംബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ക്ലൗഡാണ്. നമ്മൾ ഈ ഇരുണ്ട് കിടക്കുന്ന ഒരു ക്ലൗഡാണ് നിംബസ്. ഓക്കെ, ഈ നിംബസിൻ്റെ പ്രത്യേകത എന്താ? നല്ല മഴ പെയ്യിപ്പിക്കും. ഓക്കെ, ഡാർക്കാന്ന് പറയാൻ പറ്റില്ല, മഴ പെയ്യുന്നത് നല്ല രസമാണ്. പക്ഷേ നിംബസ് എന്ന് പറഞ്ഞാൽ കാർമേഘം ഒക്കെ പറയുമല്ലോ, ആ ഒരു
സിറ്റുവേഷനാണ്. ഇനി സ്ട്രാറ്റസ് എന്താ? സ്ട്രാറ്റിഫിക്കേഷൻ എവിടെയാണ് കാണുക? ഇഗ്നിയസ് അല്ല സെഡിമെൻ്ററി റോക്കിലാണ്. അതുപോലെ ലെയറായി കിടക്കുന്ന ലോവർ ലെവലാണ്. അടുത്തത് സിറസ് എന്താ? സർക്കസുകാരെ പോലെ CC ഷേപ്പിലുള്ള ക്ലൗഡ്, ഏറ്റവും മുകളിൽ കാണുന്ന ക്ലിയർ വെതർ ഫിനോമിനൻ, വിൻഡ് ഡയറക്ഷൻ കാട്ടും. നമ്മൾ സർക്കസ് റിലേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ക്ലൗഡ്. ഇനി ഇതും കൂടി ഇങ്ങ് പ്ലസ് ആയി കഴിഞ്ഞാൽ എന്ത് വരും? ഇതും കൂടി ആൻവീൽ ടോപ്പൊക്കെ ഉള്ള നല്ല ലൈറ്റ്നിങ് കാട്ടുന്ന മറ്റേ അടിഭാഗം ഡാർക്കായിട്ടുള്ള ആ ഒരു ക്ലൗഡ് വരും. ഇത് ഇങ്ങനെ അങ്ങോട്ടും ഉണ്ട് കേട്ടോ. അടിഭാഗം നല്ല ഡാർക്ക്, നല്ല മഴ, നല്ല ഇടിമിന്നൽ. ഓക്കെ, ഇവിടെ ആൻവീൽ ടോപ്പും ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. ഇതുപോലെ സിറോസ്ട്രാറ്റസ് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ സൂര്യൻ്റെ അത്ര എത്തുന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞ കാര്യം. പിന്നെ അതുപോലെ തന്നെ ക്യുമുലസ്, സിറോ ക്യുമുലസ് ഉണ്ട്. ക്യുമുലസും സിറസും എന്താണ്? ഡോട്ടഡ് ആയിട്ട് നല്ല മുകളിൽ കാണാൻ പറ്റുന്ന മാക്രൽ സ്കൈ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അറ്റ്മോസ്ഫിയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്കിത് വെച്ച് പഠിക്കാം. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിലെ